നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ പല്ല് നിങ്ങളോട് സംസാരിക്കുന്നത്? നിങ്ങൾ സ്വന്തമായി നോക്കാറുണ്ടോ? ഹായ്, ഞാൻ ഡോക്ടർ നന്ദകിഷോർ ജയവർമ്മ, ഡെൻ്റൽ സർജൻ, ഭാരത് ഹോസ്പിറ്റൽ, കോട്ടയം. അതെ, ഞാൻ പറഞ്ഞു പോട്ട്, നിങ്ങളുടെ പല്ല് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മുടെ പല്ലിൽ ദിവസവും ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ചിലപ്പോൾ നല്ല വെളുത്ത നിറം കാണാം. ഇതാണ് സ്റ്റേജ് 1 ഫസ്റ്റ് ഇൻഫർമേഷൻ ഫ്രം യുവർ ടൂത്ത്. അതെ, ആദ്യമായി നിങ്ങൾ പല്ല് നിങ്ങളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണത്. ഇതെന്താ പല്ല് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ദേ എന്നെ അവർ ആക്രമിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ പ്രിവെൻറ്റ് ചെയ്യാം, അവരുടെ അക്രമം നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അതെ, ഇവിടെയാണ് നിങ്ങൾക്ക് കേടുവരാതെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് സിഗ്നൽ. അഥവാ ഇത് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവെൻഷൻ പാടായിരിക്കും. ഇതിനപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നിങ്ങളുടെ ഓറൽ ഹൈജീൻ ഹാബിറ്റ് അല്ലെങ്കിൽ ഓറൽ ഹൈജീൻ ബ്രഷിംഗ് ടെക്നിക്ക് എല്ലാം കൂടുതൽ വ്യക്തമാക്കാം, കുറച്ചുകൂടെ നന്നാക്കിയെടുക്കാം. ബലത്തിൽ തേക്കണം എന്നല്ല പറഞ്ഞത്, കുറച്ചുകൂടി ക്ലീൻ ആവുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം. ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ്സും വേറെ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ, ഈ ഒരു സ്റ്റേജ് നമ്മൾ മൈൻഡ് ചെയ്യാതെ വിട്ടു. കുറച്ച് കഴിയുമ്പോൾ സ്റ്റേജ് 2 ആ നിറം മാറിയിട്ട് നല്ല കറുത്ത ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലേക്ക് വരും. ചില പൊട്ടുകളായിട്ടായിരിക്കാം, ചില വരകളായിട്ടായിരിക്കാം. സ്റ്റേജ് 2 ഇവിടെ നിങ്ങൾക്ക് പ്രിവെൻഷൻ കഴിഞ്ഞു, ഇനി പല്ലടയ്ക്കുക. അതേ, അവരിങ്ങ് എത്തി. പല്ല് പറയുന്നത് ഇങ്ങനെ ആയിരിക്കാം, അവരിങ്ങ് എത്തി, അവരെന്നെ ഡിസ്ട്രക്റ്റ് ചെയ്ത് തുടങ്ങി, എന്നെ നശിപ്പിച്ച് തുടങ്ങി, ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ എന്നായിരിക്കും പല്ല് നിങ്ങളോട് പറയുന്നത്. ആ സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഫില്ലിങ്ങുകൾ കൊണ്ട് തന്നെ അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റും. സ്റ്റേജ് 3 പല്ല് എന്തായിരിക്കും പറയുക? അയ്യോ, അവരെന്നെ തിന്ന് തീർക്കാറായേ, പെട്ടെന്ന് രക്ഷിക്കൂ. ഇത് നിങ്ങൾക്ക് അറിയുന്നത് എങ്ങനെയായിരിക്കുന്നു? നിങ്ങൾക്ക് ചില കോൾഡ് ഫുഡ്, സ്വീറ്റ് ഫുഡ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഹോട്ട് ഫുഡ്, ഇതെല്ലാം കഴിക്കുമ്പോൾ ഒരു പെയിൻ വരും. പക്ഷേ ആ കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത് അപ്പം പെയിൻ നിൽക്കുകയും ചെയ്യും. ഇതാണ് നിങ്ങളുടെ ഫൈനൽ സ്റ്റേജ്, ഫില്ല് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഇതിൽ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താം മോസ്റ്റ് ഓഫ് ദ ടൂത്തിനെ. ഇല്ല, ഇതും നമ്മൾ തള്ളിക്കളയുകയാണെങ്കിൽ സ്റ്റേജ് 4 അത് പല്ലിൻ്റെ നിലവിളിയായിരിക്കും. നിങ്ങൾക്ക് പകലില്ലാത്ത വേദന, എസ്പെഷ്യലി രാത്രിയിൽ കിടക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദന വരും. ഇത് സ്റ്റേജ് 4. ഈ സ്റ്റേജ് എത്തിയാൽ നമുക്ക് റൂട്ട് കനാൽ ചെയ്യുകയായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അതായത് കൂടുതലും അതിനെ റൂട്ട് കനാൽ ചെയ്ത് നിർത്താനേ പറ്റാൻ സാധ്യതയുണ്ടാകുള്ളൂ. അപ്പോൾ അത്രയും എത്തിയിട്ടുണ്ടാവും. അത് പല്ലിൻ്റെ പൾപ്പ് വരെ, അതായത് പല്ലിൻ്റെ ഞരമ്പും ബ്ലഡ് വെസലും എല്ലാം എത്തുന്ന പൾപ്പ് വരെ അത് എത്തിയിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് ഉണ്ട്, സ്റ്റേജ് 5. അത് പല്ല് ഡെഡായി പല്ലിൻ്റെ അടിയിലെ എല്ലിലേക്ക് പഴുപ്പ് സ്പ്രെഡായതായിരിക്കും. ഇത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ അപകടമായ സ്റ്റേജുകളിലേക്ക് പോകും. അതിൽ ഫിസ്റ്റുലയാവാം, അല്ലെങ്കിൽ നമ്മുടെ വായ്ക്കുള്ളിൽ പഴുപ്പ് നിറയുന്നാക്കാം, സ്പേസ് ഇൻഫെക്ഷൻ, വളരെയധികം സ്പ്രെഡായ നീര്, ഈ പഴുപ്പ് വളരെയധികമായിട്ട് സ്പ്രെഡായി പോവാം. ഇതൊക്കെയാണ് പല്ല് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്യൂ, നിങ്ങൾക്ക് എവിടെ കൊണ്ട് ഇതിൻ്റെ അറ്റാക്കിനെ നിർത്തണം, അല്ലെങ്കിൽ കേടിനെ എവിടെ കൊണ്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണം. പ്രിവെൻഷൻ വേണോ, അതോ അതും തള്ളിക്കളഞ്ഞ് ആദ്യത്തെ ഫില്ലിങ് നിർത്തണോ, അതോ അതെല്ലാം തള്ളിക്കളഞ്ഞ് അതെല്ലാം പിന്നെയായിട്ട് അസഹനീയമായ വേദന വരുമ്പോൾ മാത്രം ഒരു ഡോക്ടറെ കണ്ട് അതിന് ആൻറ്റിബയോട്ടിക്കുകളും എടുത്ത് റൂട്ട് കനാൽ പോലെയുള്ള വലിയ വലിയ ചികിത്സകളിലേക്ക് പോകണോ? നിങ്ങൾ തീരുമാനിക്കൂ. കീപ് സ്മൈലിംഗ്.